നടിയെ ആക്രമിച്ച കേസിൽ മൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ദിലീപിന്റെ ഹർജി തള്ളി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഹർജി തള്ളിയത്. തീർപ്പാക്കിയ കേസിലെ മൊഴി പകർപ്പ് നൽകരുതെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വിശദാംശങ്ങൾ. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ ജഡ്ജി നടത്തിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചില സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ആ സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണം എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഈ ഉത്തരവിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിൽ ദിലീപ് അപ്പീൽ നൽകിയിരുന്നത്. അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ദിലീപ് ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ തീർപ്പാക്കിയ ഒരു ഹർജിയിൽ വീണ്ടും ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവിത കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് ഇറക്കിയ ഉത്തരവ് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമാണ്. അതിനാൽ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരാവശ്യം ദിലീപ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഈ സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുത്. ഒപ്പം തന്നെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഹർജി ഇരുന്ന സമയത്ത് തന്റെ എതിർപ്പ് അക്കാര്യത്തിൽ രേഖപ്പെടുത്തിയില്ല. ഇതിൽ നിയമവിരുദ്ധത ഉണ്ട് എന്നുള്ള ആക്ഷേപവും ദിലീപ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതിജീവിത ഇക്കാര്യത്തിൽ ഒരു മറുപടി ഹൈക്കോടതി മുൻപാകെ നൽകിയത് പരാതിക്കാരി എന്നുള്ള രീതിയിൽ തന്റെ അവകാശമാണ് ഈ സാക്ഷിമൊഴികളുടെ പകർപ്പ് ലഭിക്കുക എന്നുള്ള രീതിയിൽ. അത് മാത്രവുമല്ല, തന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സാക്ഷിമൊഴികളുടെ പകർപ്പിന് താൻ അവകാശിയാണെന്നുള്ള വാദമാണ് നടി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും നടിയുടെ വാദഗതികൾ അത് അംഗീകരിച്ചുകൊണ്ടാണ് ദിലീപിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിയത്. 2018 2 തവണയും 2021 1 തവണയുമാണ് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ജില്ലാ ജഡ്ജിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്തായാലും സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് ലഭിക്കും. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബു.